ഒക്ടോബർ 22 ആയ ഇന്ന് വിക്ടേഴ്സ് ചാനൽ കൂടി ബയോളജിയുടെ 4th ചാപ്റ്ററായ കീപ്പിംഗ് ഡിസീസസ് എവേ എന്നതിലെ പേജ് നമ്പർ 64 ഫംഗൽ ഡിസീസുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ചും വൈറസ് ഡിസീസിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് ഫംഗൽ ഡിസീസുകളായ റിംഗ് വെയിം, അത്ലറ്റ്സ് ഫുഡ് എന്നിവയെക്കുറിച്ചും പ്രോട്ടോസോവൻ ഡിസീസായ മലേറിയയെക്കുറിച്ചും ഫിലാരിയാസിസും ആണ് നമ്മൾ പഠിച്ചത്. അതോടൊപ്പം തന്നെ നോൺ പാതോജനിക് ഡിസീസസുകൾ എന്താണെന്നും അതിലെ ജനറ്റിക് ഡിസീസുകളായ ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയ അങ്ങനെ പേജ് നമ്പർ 67 വരെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ ചില പ്രധാന പോയിന്റുകളെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വി സ്റ്റഡീഡ് അബൌട്ട് ഫംഗൽ ഡിസീസസ്. In this class we heard that fungus are of various type. Some fungus are pathogenic. The toxins produced by fungi causes diseases. Okay. Then we studied about two type of fungal diseases that are ringworm and athletic foot. In this paragraph we can see the casing organism, symptoms, mode of transmission of ringworm and athletic foods. So we can write some important point in this topic. First we write about how does fungi causes diseases. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് the toxins produced by fungi causes diseases. Then next question ആയിട്ട് ഇത് എഴുതാം. Analysis figure and the descriptions are some fungal diseases that affect human beings and prepare a table enlisting the diseases, symptoms and mode of transmission. അതായത് ഈ തന്നിരിക്കുന്ന ഈ പിക്ചറും ഈ തന്നിരിക്കുന്ന പാരഗ്രാഫും വായിച്ചിട്ട് എന്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്? ഡിസീസസ്, സിംറ്റംസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷനെ കുറിച്ച് ഒരു ടേബിൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിങ്ങനെ തയ്യാറാക്കാം. ഡിസീസ് റിംഗ് വെയിം, അതിൻ്റെ സിംറ്റംസ് എന്താണ്? അപ്പിയറൻസ് ഓഫ് റൗണ്ട് ആൻഡ് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഇൻ ദി സ്കിൻ. ദെൻ മോഡ് ഓഫ് ട്രാൻസ്ഫെക്ഷൻ, കോണ്ടാക്ട്, ടച്ച്. ദെൻ നെക്സ്റ്റ് ഡിസീസ് അത്ലറ്റിക് ഫുഡ്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പിയറൻസ് ഓഫ് റെഡിഷ് സ്കെയിലി റാഷസ് ദാറ്റ് കേസ് എൻജിങ് ഓൺ ദി സോൾ ആൻഡ് ബിറ്റ്വീൻ ദി ടോസ്. ദെൻ മോഡ് ഓഫ് ഇൻഫെക്ഷൻ, പാതോജൻ എൻ്റർ ത്രൂ ദി ടോസ് വെൻ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. അങ്ങനെ നമുക്ക് ഫംഗൽ ഡിസീസുകളെ കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കാൻ സാധിക്കും. ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് പ്രോട്ടോസോവ. വാട്ട് ഈസ് പ്രോട്ടോസോവ? ഇൻ ദിസ് ക്ലാസ് വി ഹേർഡ് ദാറ്റ് പ്രോട്ടോസോവൻസ് ആർ യൂണിസെല്ലുലാർ യൂകാരിയോട്സ്. വാട്ട് യു മീൻ ബൈ യൂകാരിയോട്സ്? യൂകാരിയോട്സ് ആർ എ ഡെഫിനിറ്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ്. അതിനുള്ള പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് മലേറിയ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസീസ് കേസ്ഡ് ബൈ പ്രോട്ടോസോവ. ആ മലേറിയയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മലേറിയൽ ഇൻഫെക്ഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രോട്ടോസോവ വിഭാഗത്തിലുള്ള പ്ലാസ്മോഡിയം എന്ന ഒരു പാതോജനാണ് എന്തിന് കാരണമാകുന്നത്? മലേറിയയ്ക്ക് കാരണമാകുന്നത്. ദെൻ അതിൻ്റെ വെക്റ്റർ എന്താണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഒരാളുടെ ബോഡിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ പ്ലാസ്മോഡിയം എന്ന പാതോജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണെന്നും അതിന് ആക്ട് ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയിലാണെന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി. അവിടുത്തെ പ്രധാന സിംറ്റംസ് എന്ന് പറയുന്നത്
ഹൈ ഫീവറാണ്, ഷിവറിങ് ഉണ്ടാവും, പ്രൊഫ്യൂസ് സ്വീറ്റിങ്, ദെൻ ഹെഡേക്ക്, വൊമിറ്റിംഗ്, ഡയറിയ, അനീമിയ എക്സെട്ര ആർ ദി മെയിൻ സിംറ്റംസ്. അപ്പോൾ ഇതിൽ ചില പോയിന്റുകൾ നമുക്ക് ലേബൽ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു, വാട്ട് ആർ ദി കേസിംഗ് ഓർഗാനിസം ഓഫ് മലേറിയ. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ മലേറിയ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസീസസ് കേസ്ഡ് ബൈ പ്രോട്ടോസോവ കോൾഡ് പ്ലാസ്മോഡിയ. ഇതുകൂടി ചേർത്ത് എഴുതണം. നെക്സ്റ്റ് പോയിന്റ്, ഹു ഇസ് ദി വെക്ടർ ഓഫ് മലേറിയ? അതിൻ്റെ ആൻസർ ഫീമെയിൽ അനോഫിലസ് mosquito. Then next question, write as symptoms of malaria. എന്തെഴുതാം? ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വീറ്റിംഗ് ആർ ദി മേജർ സിംറ്റംസ് ഓഫ് മലേറിയ. അതർ സിംറ്റംസ് ഇൻക്ലൂഡ് ഹെഡേക്ക്, വൊമിറ്റിംഗ്, ഡയറിയ, അനീമിയ എക്സെട്ര. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഹൗ ഡസ് മലേറിയ സ്പ്രെഡ്? എങ്ങനെയാണ് മലേറിയ സ്പ്രെഡ് ആവുന്നത്? ആൻസർ ഇങ്ങനെ എഴുതാം. വെൻ ആൻ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ് എ പേഷ്യൻ്റ്, ദ പാതോജൻ എൻ്റർ ദി ബോഡി ഓഫ് ദി മോസ്കിറ്റോ. When the same mosquito bite a normal individual, microbes or pathogen enter the body of that individual and causes diseases. Then we studied about another protozoa diseases, that is filariasis, mand. The next point, who is the vector of filariasis? Okay, answer എഴുതാം. Filariasis is caused by a filarian worm. അതാണ് എൻ്റെ ആൻസർ. That is spread by Culex mosquito. Write the mode of infection of filariasis. എങ്ങനെയാണ് ഫിലാരിയാസിസ് മന്ത് ബാധിക്കുന്നത് എന്നുള്ളതാണ്. നോക്കിക്കേ, the worm stay in the limb duct and obstruct the flow of limb by blocking the duct. This causes swelling in the limb duct. ഇങ്ങനെയാണ് മന്ദരോഗികളുടെ കാലിൽ സ്വെല്ലിംഗ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇതുവരെ നമ്മൾ പഠിച്ചത് ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ച്, ഫംഗൽ ഡിസീസിനെ കുറിച്ച്, ദെൻ വൈറസ് ഡിസീസ് ആൻഡ് ലാസ്റ്റ് പ്രോട്ടോസോവൻ ഡിസീസസ്. ഇവിടെ എല്ലാം നമ്മൾ കണ്ടു പൊള്യൂട്ടഡ് സറൗണ്ടിങ്സ് ആണ് ഈ പാതോജൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷന് സഹായിക്കുന്നത്. ദ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് വെക്ടേഴ്സ് ലൈക്ക് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് എക്സെട്ര ലീഡ് ടു ദി സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അങ്ങനെയുള്ള ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നെസസറി ടു അവോയ്ഡ് സിറ്റുവേഷൻസ് ദാറ്റ് ലീഡ് ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാതോജൻ ആൻഡ് വെക്ടർ. ഇങ്ങനെയുള്ള ഈ ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, പാതോജൻസ്, ഇതിൻ്റെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻസ് നമ്മൾ തടയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് അവർ സറൗണ്ടിങ് ക്ലീൻ. നമ്മുടെ സറൗണ്ടിങ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കൂളിലും ഹോമിലും ഒക്കെ ഡ്രൈ ഡേ നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. വാട്ട് ആർ ദി പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു ബി ടേക്കൺ അഗെയിൻസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? അതിൻ്റെ ആൻസർ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു പ്രിവെൻറ്റ് ദി സറൗണ്ടിങ് ഫ്രം ഗെറ്റിംഗ് കണ്ടാമിനേറ്റഡ്. സെക്കൻഡ് പോയിന്റ്, contamination of surrounding help to increase the number of vectors like mosquitoes and flies. Then food and water that you take have to be made germ free at any cost. Then personal hygiene is also equally important. അങ്ങനെ ഇതുവരെ നമ്മൾ പാതോജനിക് ഡിസീസസിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ഇനിയും ചില നോൺ പാതോജനിക് ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതായത് ഡിസീസുകൾ ഉണ്ടാകുന്നത് പാതോജൻസിൻ്റെ പ്രസൻസ് അല്ലാതെ മറ്റ് ചില കാരണങ്ങളാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൂലമാകാം, ജനറ്റിക് കണ്ടീഷനാകാം, ഒക്കുപേഷണൽ ആകാം, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് ആകാം. ഇത് മൂലം നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? ചില ഡിസീസുകൾ ഉണ്ടാകുന്നുണ്ട്.
ഇതുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി അതർ ഫാക്ടേഴ്സ് ദാറ്റ് കേസസ് ഡിസീസസ്. ഈ 4 പോയിന്റുകൾ നമുക്ക് എഴുതാൻ സാധിക്കും. ഇതിൽ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടാണ് ഇത് പിന്നീട് നമ്മൾ പഠിച്ചത്. ഒക്കുപേഷണൽ ഡിസീസസ്, അതായത് തൊഴിൽ ജന്യ രോഗങ്ങൾ, ജോലിയുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഡിസീസുകൾക്കാണ് പറയുന്നത് ഒക്കുപേഷണൽ ഡിസീസസ്. അതിൻ്റെ എക്സാമ്പിൾസുമാണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ഒക്കുപേഷണൽ ഡിസീസസ്, റൈറ്റ് എക്സാമ്പിൾസ്. അതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ഒക്കുപേഷണൽ ഡിസീസസ് ആർ കേസ്ഡ് ബൈ സിറ്റുവേഷൻ ഇൻ വർക്ക് സൈറ്റ്. വർക്ക് സൈറ്റിൽ ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. അത് പല സിറ്റുവേഷൻ അനുസരിച്ച് പല ഡിസീസുകളുണ്ട്. റൈറ്റ് എക്സാമ്പിൾസ്, ചില എക്സാമ്പിൾ നമുക്ക് നോക്കാം. സം എക്സാമ്പിൾ ഫോർ ഒക്കുപേഷണൽ ഡിസീസസ് ആർ ഗിവൺ ബിലോ. ന്യൂമോകോണിയോസിസ് എന്താണത്? എഫക്റ്റിംഗ് ദി ലേബേഴ്സ് എൻഗേജ്ഡ് ഇൻ കോൾ മൈനിങ്. ദെൻ നെക്സ്റ്റ് സിലിക്കോസിസ്, എഫക്റ്റിംഗ് മൈനിങ് വർക്കേഴ്സ് റിലേറ്റഡ് ഗോൾഡ്, ടിൻ, മൈക്ക ആൻഡ് ലേബേഴ്സ് ഇൻ ക്വാറി. ദെൻ നെക്സ്റ്റ് ആസ്ബെറ്റോസിസ്, എഫക്റ്റിംഗ് വർക്കേഴ്സ് ഇൻ ആസ്ബെറ്റോസ് ഫാക്ടറീസ്. അങ്ങനെ 3 ഡിസീസുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബെറ്റോസിസ്. നെക്സ്റ്റ് വൺ, ജനറ്റിക് ഡിസീസസ്. എന്താണ് ജനറ്റിക് ഡിസീസസ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ജനറ്റിക് ഡിസീസസ്, റൈറ്റ് എക്സാമ്പിൾസ്. എന്താണ്? ജനറ്റിക് ഡിസീസസ് ആർ കേസ്ഡ് ബൈ ഡിഫക്റ്റ് ഇൻ ദി ജീൻസ് ദാറ്റ് കൺട്രോൾ ദി സെല്ലുലാർ ആക്ടിവിറ്റീസ്. അതിൻ്റെ എക്സാമ്പിൾസ് 2 പറയുന്നത് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഹീമോഫീലിയയെ കുറിച്ച് പഠിച്ചു. അതായത് ഹീമോഫീലിയ ഇസ് ദി കണ്ടീഷൻ ഇൻ വിച്ച് എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ എ മൈനർ വൂൺസ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മുറിവിൽ കൂടി എക്സസ് ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന അവസ്ഥയാണ്, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സിംറ്റംസ് ആണെങ്കിൽ അതിൻ്റെ കേസിങ് റീസൺ എന്താണ് എന്ന് നമ്മൾ കേട്ടു. അതായത് ബ്ലഡ് ക്ലോട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ പ്ലാസ്മ. ബ്ലഡിലെ പ്ലാസ്മയിലുള്ള ചില പ്രോട്ടീനുകളാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ദ ജീൻസ് ദാറ്റ് കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ് ബിക്കം ഡിഫക്റ്റീവ്. ആ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകൾക്ക് ഡീആക്ടിവേറ്റ് ആവുന്നതിന് ഫലമായിട്ടാണ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്നതാണ് എന്തിന് കാരണം? ഹീമോഫീലിയയ്ക്ക് കാരണമെന്ന് നമ്മൾ പഠിച്ചു. ദെൻ റൈറ്റ് സിംറ്റംസ് ഓഫ് ഹീമോഫീലിയ. എന്താണ് സിംറ്റംസ്? ഹീമോഫീലിയ ഇസ് ദി കണ്ടീഷൻ ഇൻ വിച്ച് എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ എ മൈനർ വൂണ്ട്. ഹീമോഫീലിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡു ഹീമോഫീലിയ പേഷ്യൻ്റ് ലൂസ് ബ്ലഡ് എക്സസീവ്ലി ഈവൻ ത്രൂ മൈനർ വൂണ്ട്? ചെറിയ മുറിവിൽ നിന്ന് പോലും രക്തം കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ള കാരണം എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. അതിൻ്റെ ആൻസർ, ദ സിന്തസിസ് ഓഫ് സം പ്രോട്ടീൻസ് that help in the clotting of blood in the blood plasma fail. When the genes that control protein synthesis become defective. As the blood does not clot, even the smallest wound create the problem of excessive loss of blood. പിന്നീട് നമ്മൾ പഠിച്ചത് മറ്റൊരു ജനറ്റിക് ഡിസീസായ സിക്കിൾ സെൽ അനീമിയയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സിക്കിൾ സെൽ അനീമിയ എന്താണ്? സിക്കിൾ സെൽ അനീമിയ നമ്മളുടെ ബ്ലഡിലെ സെല്ലായ റെഡ് ബ്ലഡ് സെൽസിലെ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിന് ചേഞ്ചസ് ഉണ്ടാകും. ഡിസ്ക് ഷേപ്പ്ഡ് ആയിട്ടുള്ള RBCയുടെ സ്ട്രക്ചറിന് ചേഞ്ചസ് ഉണ്ടായി അത് ബെൻഡ് ചെയ്ത് സിക്കിൾ സെൽ, അതായത് അരിവാളിൻ്റെ ഷേപ്പിലേക്ക് അത് മാറുന്നു. അങ്ങനെ മാറുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഡിക്രീസസ്. ഹൗ സിക്കിൾ സെൽ അനീമിയ ഓക്കേഴ്സ്? ആൻസർ, ദ ഡിഫക്ട്സ് ഇൻ ജീൻ മേ ഓൾസോ കേസ്.
deformity in the sequence of amino acid which are the building block of hemoglobin. As a result of this, the structure of hemoglobin changes and this in turn decreases its oxygen carrying capacity. Then ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു. How does the deformity of red blood cells in sickle cell anemia patient affect their body? എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് എൻ്റെ ആൻസർ ഇങ്ങനെ നമുക്ക് എഴുതാം. The defect of genes causes deformities in the sequence of amino acids which are the building block of hemoglobin. നമ്മൾ തൊട്ട് മുമ്പിൽ എഴുതിയ അതേ പോയിന്റ് തന്നെ. As a result of this, the structure of hemoglobin changes and this in turn change in the shape of RBC. They become sickle shaped. Thus it block the blood vessels and this reduce the oxygen carrying capacity and also the flow of blood from one part to the other. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയ ഒക്കുപേഷണൽ ഡിസീസിനെ കുറിച്ചും ജനറ്റിക് ഡിസീസിലെ കീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ചുമാണ് പഠിച്ചത്. മറ്റുള്ളവ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ സാധിക്കും. ഓക്കെ.